ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ 10ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ കീ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നന്നായി തന്നെ 10ാമത്തെ ടെസ്റ്റ് പേപ്പർ ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ടെസ്റ്റ് പേപ്പറിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്ലിയർ ആക്കാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അല്ലെ? കുറച്ച് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, കുറച്ച് ചോദ്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മുടെ റീസണിംഗ് സെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നോക്കാം. യെസ്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ? ആ ടേബിളിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ചോദ്യം അല്ലെ? ആ ടേബിള് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നുള്ളതായിരുന്നു. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഫ്രം ഓൾ ദ സിറ്റീസ് എ ടു ഇ ടുഗദർ ഇൻ ദ ഇയർ 2020 അല്ലെ? 2020 നമ്മൾ നോക്കാം. അതിനകത്തുള്ളത് 50,000 ആയിരുന്നു ടോട്ടൽ എന്തെന്ന് പറയുന്ന ആള് ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ എയിൽ എത്ര പേരുണ്ടാവും? 50,000 16% ആയിരിക്കും എയിൽ ഉണ്ടാവുക, ബിയിൽ 20%. അതാണ് കൺസെപ്റ്റ് അല്ലെ? ഇനി എന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് റീഡേഴ്സ് മോർ ദാൻ 10,000 ഇൻ എക്സാക്ട്ലി ഡേറ്റ് സിറ്റീസ് ഇൻ ദ സെയിം ഇയർ എന്നാ പറയുന്നത് അല്ലെ? 10,000-ൽ കൂടുതൽ ആളുകൾ അല്ലെ റീഡേഴ്സ് ആയിട്ടുള്ള 10,000-ൽ കൂടുതൽ ആളുകൾ റീഡേഴ്സ് ആയിട്ടുള്ളത് എത്ര സിറ്റീസിലാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 50,000-ന് എത്ര ശതമാനമാണ് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക. അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും പെർസെന്റേജ് കാണുമൊന്നും വേണ്ട. ഓരോരുത്തരും എത്രയാണ് ഇപ്പോ എ എന്ന് പറയുന്ന സിറ്റിയിൽ 50,000-ന്റെ 16% കണ്ട്, പിന്നെ അതുപോലെ തന്നെ ബിയില് 50,000-ന്റെ 20% കണ്ട്, ഇങ്ങനെയൊന്നും എഴുതൊന്നും വേണ്ട. നമ്മൾ തൽക്കാലം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നോക്കുക 50,000-ന് എത്ര ശതമാനമാണ് 10,000 എന്ന് നോക്കുക. 50,000-ന് എത്ര ശതമാനമായിരിക്കും 10,000? 50,000-ന്റെ 10% എത്രയാണ്? 5,000 ആണ്. അപ്പോ അതിന്റെ ഇരട്ടിയല്ലേ 10,000? അപ്പൊ 20%. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? 20%-ൽ കൂടുതൽ റീഡേഴ്സ് ഉള്ളത് എവിടേക്കാണെന്നുള്ളതാണ്. അപ്പൊ എവിടേക്കാണ് 20% എന്നുള്ളത്? ബിയിൽ വരുന്നുണ്ട്. പക്ഷെ 20%-ൽ കൂടുതൽ മോർ ദാൻ എന്നാ ചോദിച്ചേക്കണം അല്ലെ? അപ്പൊ 20%-ൽ കൂടുതൽ എവിടേക്കാണ് നോക്കുക. 20%-ൽ കൂടുതൽ എത്ര സിറ്റീസിലുണ്ട് നോക്കൂ. ഒന്ന് 24%. 2020 കേസ് മാത്രം നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ 24% സി എന്ന് പറയുന്ന സിറ്റിയിലുണ്ട്, ആൻഡ് ഇ എന്ന് പറയുന്ന സിറ്റിയിൽ 25% ഉണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും 20%-നേക്കാൾ കുറവാണ് അല്ലെ? അപ്പൊ എത്ര സിറ്റീസിലാണ്? 2 സിറ്റീസിലാണ് 10,000-ൽ കൂടുതൽ എന്തുള്ളത്? നമ്മുടെ റീഡേഴ്സ് ഉള്ളത് അല്ലെ? അപ്പൊ എത്ര സിറ്റീസിലാണ്? 2 ആയിരിക്കും ഉള്ളത് ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ നമ്പർ ഓഫ് റീഡേഴ്സ് എന്തിനേക്കാൾ കൂടുതലാണോ കാണേണ്ടത്, അത് ടോട്ടൽ റീഡേഴ്സിന് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനേക്കാൾ കൂടുതലുള്ള ആൾക്കാരുടെ എണ്ണമാണ് ചോദ്യമെങ്കിൽ ആ പെർസെന്റേജിനേക്കാൾ കൂടുതൽ വരുന്ന പെർസെന്റേജുകൾ ഏതിലൊക്കെയാണ് നോക്കാം. കുറവാണ് ചോദ്യമെങ്കിൽ എവിടേക്കാണ് പെർസെന്റേജുകൾ കുറഞ്ഞു വരുന്നത് എന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? If the total number of readers from all the cities A to E together in the year 2020 and 2022 were 1 lakh and 2 lakh respectively. അല്ലെ? 2020-ൽ 1,00,000 വായനക്കാരുണ്ടായിരുന്നു, 2022-ൽ 2,00,000 വായനക്കാരുണ്ടായിരുന്നു. Then what was the difference between the total number of readers from city B and city C together in the years 2020 and 2022? അല്ലെ? സിറ്റി ബിയിലും സിറ്റി സിയിലും കൂടെ 2020-ൽ ആകെ ഉണ്ടായിരുന്ന വായനക്കാരുടെ എണ്ണവും 2022-ൽ ആകെ ഉണ്ടായിരുന്ന വായനക്കാരുടെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് നോക്കണം? 2020-ൽ മൊത്തത്തിൽ എത്ര റീഡേഴ്സ് ആണെന്നാ പറഞ്ഞാൽ? 1,00,000 പേരാണ് റീഡേഴ്സ്. സിറ്റി ബിയിലും സിറ്റി സിയിലും എത്ര റീഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക 2020-ല്? നമുക്ക് നോക്കാം അല്ലെ? എത്രയൊക്കെ പെർസെന്റേജ് ആണ് നോക്കി. സിറ്റി ബിയിൽ 20%-ഉം അല്ലെ? സിറ്റി സിയിൽ എത്ര പെർസെന്റേജ് ആണ്? സിറ്റി സിനകത്ത് എത്ര പെർസെന്റേജ് ആയിരുന്നു? 24% ആയിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയാണ് ടോട്ടൽ എത്ര പെർസെന്റേജ് ആയിരിക്കും? അവിടെ മൊത്തം 1,00,000 പേരാണുള്ളത്. അതിലെ 20% ബിയിലും 24% സിയിലും ആണെങ്കിൽ ബിയിലും സിയിലും കൂടെ വന്നിട്ട് എത്ര പെർസെന്റേജ് ഉണ്ടാവും? 20 + 24%. എല്ലാം നമ്മൾ 1 ലാഖിന്റെ തന്നെ അല്ലേ? ദാറ്റ് മീൻസ് 2020-ൽ മൊത്തം 1,00,000 പേരാണ് വായനക്കാരായിട്ടുള്ളത്. സോ നമ്മൾ 20% കാണുമ്പോഴും 24% കാണുമ്പോഴും 1 ലാഖിന്റെ കാണുന്നത്. അപ്പൊ നമ്മൾ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള പെർസെന്റേജ് കണ്ടാൽ മതി അല്ലെ? നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ 20 + 24%, 44%. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിലൊക്കെ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ 20% + 24% എത്ര പെർസെന്റേജ് കിട്ടും? 44% ഓഫ് 1 ലാഖ് അല്ലെ? 44% ഓഫ് 1 ലാഖ് എത്രയായിരിക്കും? 1 ലാഖിന്റെ 44% അല്ലെ? 1 ലാഖ് എന്ന് പറയുമ്പോൾ 100,000 അല്ലെ? ഇതിന്റെ 44% എത്രയായിരിക്കും? 100-ന്റെ 44% 44 ആണെങ്കിൽ 1000-ന്റേത് 440 ആയിരിക്കും, 10,000-ന്റേത് 4,400 ആയിരിക്കും, 1,00,000-ന് എത്രയായിരിക്കും? 44,000 ആയിരിക്കും. അപ്പൊ സിറ്റി ബിയിലും സിറ്റി സിയിലും കൂടെ 44,000 റീഡേഴ്സ് മൊത്തത്തിലുണ്ട്.
അല്ലെ? ഇനി അതേപോലെ സിറ്റി ബിയിലും സിറ്റി സിയിലും കൂടെ 2022 എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്രയൊക്കെ പെർസെന്റേജാ? സിറ്റി ബിയിൽ 24%, സിറ്റി സിയിൽ 28%. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 24 + 28 52%. അല്ലെ? എന്തിന്റെ 52%? എന്തിന്റെ 52%? യെസ്, 2 ലാഖിന്റെ. അല്ലെ? 2 ലാഖ്. കാരണം 2022 എത്ര റീഡേഴ്സ് ആണ് മൊത്തത്തിൽ പറഞ്ഞത്? 2 ലാഖ് ആണ് പറഞ്ഞത്. അപ്പൊ 2 ലാഖിന്റെ 52%. ഓക്കെ, 2 ലാഖിന്റെ 52% എത്രയായിരിക്കും? 1 ലാഖിന്റെ 52% 52,000 ആയിരിക്കും. അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ 44% ഓഫ് 1 ലാഖ് കണ്ട പോലെ 1 ലാഖിന്റെ 52% 52,000 ആയിരിക്കും. അപ്പൊ 2 ലാഖിന്റെ എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി. അല്ലെ? എത്രയാണ് 52,000ത്തിന്റെ ഇരട്ടി? 1,04,000 ആയിരിക്കും. അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1,04,000 44,000 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? യെസ്, 60,000 ആയിരിക്കും. അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? 60,000 ആയിരിക്കും. അല്ലെ? 2020 സിറ്റി ബിയിലും സിറ്റി സിയിലും കൂടെ 44,000 പേരുണ്ട് റീഡേഴ്സ് ആയിട്ട്. 2022 1,04,000 പേരുണ്ട്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60,000 ആയിരിക്കും. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ നമ്പർ ഓഫ് റീഡേഴ്സ് ഫ്രം ദ സിറ്റി ഡി ഇൻ ദ ഇയർ 2020 and 2022 were 22,500 and 24,000 respectively, then what is the sum of the number of readers in city E in 2020 and 2022? സിറ്റി ഡിയില് അല്ലെ 2020 നമുക്ക് ആദ്യം അത് അങ്ങനെ നോക്കാം. സിറ്റി ഡിയില് 2020 എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കിയേ. സിറ്റി ഡിയില് 2020 15% ആണ്. അല്ലെ? സോ ആ 15% എന്ന് പറയുന്നതാണ് എത്രയും? 22,500. ഓക്കെ, ഇപ്പൊ നമുക്ക് ബാക്കിയൊക്കെ കാണാം കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 15% എത്രയാണ്? 22,500 ആണ്. ഓക്കെ, ഇനി സിറ്റി ഡിയിൽ തന്നെ 2022 ഓക്കെ 2022 എത്ര പെർസെന്റേജ് ആണ് നോക്കിയേ. സിറ്റി ഡിയിൽ 2022 12% ആണ്. അല്ലെ? ആ 12% ആണ് എത്രയെന്ന് പറയുന്നത്? 24,000 എന്ന് പറയുന്നത്. അല്ലെ? 12% ഓഫ് ടോട്ടൽ റീഡേഴ്സ് ആണ് സിറ്റി ഡിയിലുള്ളത്. അതാണ് 24,000 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെ? സിറ്റി ഡിയിൽ 2020 22,500 പേരും 2022 24,000 പേരും ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. Then what is the sum of the number of readers in city E in 2020 and 2022? സിറ്റി ഇയിൽ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെ? അപ്പൊ സിറ്റി ഇയില് നമ്മള് 2020 എത്ര പെർസെന്റേജ് ആണ്? 25% ആണ്. സോ നമ്മൾ ഇങ്ങനെ നോക്കുക. 15% 22,500 ആണെങ്കിൽ എത്രയായിരിക്കും 25%? എങ്ങനെ കണ്ടുപിടിക്കും? ഒരു 10% കൂടെ കൂട്ടിയാൽ മതി അല്ലെ? പക്ഷെ 22,500 10% അല്ല കൂട്ടണ്ടേ. ടോപ്പ് റീഡേഴ്സിന്റെ 10% ആണ് കൂട്ടണ്ടേ അല്ലെ? അപ്പൊ 15% 22,500 ആണെങ്കിലേ അതിന് നമ്മൾ എങ്ങനെയാ 1% കണ്ടുപിടിക്കുക? 1% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 22,500നെ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇതെങ്ങനെയാണെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 22,500 15 എത്ര പ്രാവശ്യം പോവും? 225 15 നമുക്കറിയാം 15 ആണ് അല്ലെ? കാരണം 15 × 15 ആണ് 225 നമുക്കറിയാലോ. സോ 15 പിന്നെ 2 പൂജ്യം. അപ്പൊ 1,500 ആണ് 1%. അങ്ങനെയാണെങ്കിൽ 25% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1,500 × 25 ചെയ്താൽ മതി അല്ലെ? 1,500 × 25 എത്രയായിരിക്കും? 1,500 × 25 25% എന്ന് പറഞ്ഞാൽ 1,500 × 25 ചെയ്താൽ മതി. 15 × 25 ഗുണിച്ചാൽ മതി അല്ലെ? അപ്പൊ 15 × 25 1,500 × 25 പകരം 15 × 25 ഗുണിക്കാം അല്ലെ? 5 × 25 ബാക്കി 2 ഓറഞ്ച് 5 2 7 അല്ലെ? ഈ 5 10 0 ബാക്കി 1 ഓരോ 2 2 1 3 അല്ലെ? സോ ഇവിടെ 5 ഇവിടെ 7 + 0 7 ഇവിടെ 3 അല്ലെ? അപ്പൊ 375 എന്ന് കിട്ടും. 375 അപ്പൊ 1,500 × 25 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 2 പൂജ്യം കൊണ്ട് ഇടണം. ദാറ്റ് ഈസ് 37,500 ആയിരിക്കും അവിടുത്തെ 25% എന്ന് പറയുന്നത് അത് അല്ലെ? അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വഴി എന്താന്ന് വെച്ചാൽ 15%ത്തിന് 5% ആക്കാം. നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% കിട്ടും? 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 22,500നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 5% കിട്ടും. അത് 25% ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 5% × 5 അല്ലേ 25% വരിക. സോ അങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ തോന്നുന്നത് ആ വേ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്താലും 37,500 ആയിരിക്കും 25% കിട്ടുക. ഇനി 12% 24,000 ആണ്. അപ്പൊ ഡി ഇൻ 2022 അല്ലെ? നമ്മുടെ ഇ അല്ലേ ചോദിച്ചേക്കണ? ഇ ഇൻ 2022 എത്രയായിരിക്കും? ഇയില് 2022 എത്ര പെർസെന്റേജ് റീഡേഴ്സ് ആണ്? 2022 14% ആണ് അല്ലെ? അപ്പൊ 12% നമുക്ക് 24,000 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 14% കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം. എത്രയാണ്? 24,000 ആണ്
എത്രയും 12%. അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? 1% ഈസ് ഈക്വൽ ടു 24,000 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും അല്ലെ. സോ നമുക്കറിയാം 24 12 2 പ്രാവശ്യം അങ്ങനെ 2000 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 1% എത്ര കിട്ടി? 2000 എന്ന് കിട്ടി. സോ 1% 2000 ആണെങ്കിൽ 14% കണ്ടുപിടിക്കാൻ ഇൻറ്റു 40 ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഓൾറെഡി 12% എത്രയാണ്? 24,000 ആണ് അല്ലെ. ഓൾറെഡി 12% 24,000 ആണ്. ഇതിനോടൊപ്പം 2% കൂട്ടിയാൽ പോരെ 14% കിട്ടാൻ വേണ്ടിയിട്ട്. സോ 1% 2000 ആണെങ്കിൽ 2% എത്രയായിരിക്കും? 4000 ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ 24,000 പ്ലസ് 4000 8,000 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 28,000 റീഡേഴ്സ് ആയിരിക്കും ഇയില് 2022 ഉണ്ടാവുക. ഇത് കണ്ടുപിടിച്ച പോലെ തന്നെ നേരത്തെ കേസ് നമുക്ക് കണ്ടുപിടിക്കായിരുന്നു. എങ്ങനെ? അതായത് ഡിയില് നമുക്കറിയാം 2020 15% ആയിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് അല്ലെ. അപ്പൊ 25% ഇയിലെ 25% കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ 15%-നൊപ്പം 10% കൂട്ടിയാൽ മതി അല്ലെ. 15% ഓൾറെഡി എത്രയാണ്? 22,500 ആണ്. 10% എന്ന് പറയുമ്പോൾ 1% 1,500 ആണെങ്കിൽ 10% എത്രയായിരിക്കും? 15,000 ആയിരിക്കും അല്ലെ. അപ്പൊ 22,500-നൊപ്പം 15,000 കൂട്ടിയാൽ 37,500 എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അല്ലെ. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവിടെ കണ്ടുപിടിക്കാം. സോ ഇപ്പൊ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോ ഈ എന്ന് പറയുന്ന സിറ്റിയിൽ 2020-ലും 22-ലും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് എത്രയാന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? 37,500 ആണ് ഇയിലെ 2020-ലെ ടോട്ടൽ റീഡേഴ്സ് അല്ലെ. ആൻഡ് ഇയിലെ 2022-ലെ റീഡേഴ്സിന്റെ എണ്ണം എത്രയാണ്? 28,000 ആണ് അല്ലെ. അപ്പൊ 37,500 28,000 നമ്മൾ ആഡ് ചെയ്യാണ്. സോ ഇവിടെ 0 0 അല്ലെ. 5 then എത്ര കിട്ടാം? 6 അല്ലെ. ദാറ്റ് ഈസ് 65,500 ആയിരിക്കും ഇവിടെ ഇയില് 2020-ലും 22-ലും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്തായിരുന്നു? ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഇൻ സിറ്റി ഇ ഇൻ 2020 ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഇൻ സിറ്റി ബി ഇൻ 2020 എന്നായിരുന്നു അല്ലെ. 2020-ലെ സിറ്റി ഇയിലെ നമ്പർ ഓഫ് റീഡേഴ്സ് സിറ്റി ബിയിലുള്ള റീഡേഴ്സിനേക്കാൾ എത്ര കൂടുതലാണ്? അതിന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളതാണ്, എത്ര പെർസെന്റേജ് കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മളിത് എങ്ങനെ ചെയ്യാം? നമ്മളിവിടെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് നമുക്ക് തന്നിട്ടില്ല 2020-ല് അല്ലെ. അപ്പൊ നമ്മളിവിടെ എന്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ആകെ പെർസെന്റേജുകൾ മാത്രമേ അറിയുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് എത്രയാണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റിനും തന്നിട്ടില്ല. ഇത്രയും നേരം തന്ന ക്വസ്റ്റിനിലൊക്കെ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ആ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് എത്രയാണെന്നോ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ 2020-ലെ തന്നെയാണ് കമ്പയർ ചെയ്യേണ്ട രണ്ട് സാധനങ്ങൾ 2020-ലെ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം 2020-ല് സിറ്റി ഇയില് എത്രയാണോ ഉള്ളത് അതിന്റെ എത്ര പെർസെന്റേജ്, ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് എത്രയാണോ അതിന്റെ 25%. അതേ നമ്പർ ഓഫ് റീഡേഴ്സിന്റെ എത്രയാണ്? 20% ആണ് സിറ്റി ബിയിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് എത്ര പെർസെന്റേജ് മോർ ദാൻ ആണ്, എത്ര പെർസെന്റേജ് ലെസ് ദാൻ ആണെന്ന് കണ്ടുപിടിക്കാം. എത്രയാണ്? സിറ്റിയില് 25% ആണ് അല്ലെ. അപ്പൊ 25 മൈനസ് എത്രയാണ്? സിറ്റി ബിയില് 20 ആണ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? സിറ്റി ബിനെ വെച്ചാണ് അല്ലെ. അപ്പൊ 20 താഴെ എഴുതാം ഇൻറ്റു 100 ചെയ്യാം അല്ലെ. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 25 മൈനസ് 20 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇത് കളയുമ്പോൾ എത്രയെന്ന് കിട്ടും? 5 20 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 100 എത്ര പ്രാവശ്യം? 25 പ്രാവശ്യം അല്ലെ. സോ എത്ര പെർസെന്റേജ് ആയിരിക്കും? 25% കൂടുതലായിരിക്കും എവിടെ? നമ്മുടെ സിറ്റി ഇയില് 2020-ൽ സിറ്റി ബിയിലേക്കാണ്. ക്ലിയർ ആണല്ലോ? 25% എക്സ്ട്രാ റീഡേഴ്സ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഫ്രം സിറ്റി ഇ ആൻഡ് സിറ്റി എ ടുഗദർ ഇൻ 2022 വാസ് 43,200 അല്ലെ. Then what is the difference between the number of readers from city B and C in 2022 എന്നാണ് ചോദിച്ചത്. അപ്പൊ സിറ്റി ഇയിലും സിറ്റി എയിലും 2022-ല് ടോട്ടൽ എത്ര പെർസെന്റേജ് ഓഫ് റീഡേഴ്സ് ഉണ്ടായിരുന്നു നോക്കിക്കേ. 2022-ല് സിറ്റി എയിലും സിറ്റി എയിലും അല്ലെ. സിറ്റി എയില് 22% ഉണ്ടായിരുന്നു. സിറ്റി ഇയില് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? 14% ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 22 പ്ലസ് 14 എത്ര കിട്ടാം? 36% ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത് അല്ലെ. 22 പ്ലസ് 14 എന്ന് പറയുമ്പോൾ 22 പ്ലസ് 10 32 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 36% ഓഫ് റീഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 36% ആണ് എത്രയെന്ന് പറയുന്ന സാധനം? 43,200 എന്ന് പറയുന്ന സാധനം അല്ലെ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിറ്റി ബിയിലും സിറ്റി സിയിലും കൂടെയുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 2022-ൽ തന്നെ സിറ്റി ബിയിലും സിറ്റി സിയിലും കൂടെയുള്ള ഡിഫറൻസ്. സോ സിറ്റി ബിയിൽ എത്ര വരാം? 24%. സിറ്റി സിയിൽ എത്ര പെർസെന്റേജ്? 28% അല്ലെ. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് 2022-ല് സിറ്റി സിയിൽ 28% ആളുകളുണ്ട്, സിറ്റി ബിയിൽ 24% ആളുകളാണ് റീഡേഴ്സ് ആയിട്ടുള്ളത്. സോ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര പെർസെന്റേജ് ആയിരിക്കും? 28 മൈനസ് 24% എന്ന് പറയുമ്പോൾ എത്ര കിട്ടാം?
4% ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര പെർസെന്റേജ് കണ്ടുപിടിക്കണം? 4%. നിങ്ങൾ നോക്കൂ, 36% 43,200 ആണെങ്കിൽ നമുക്ക് 36നെ എങ്ങനെ 4 ആക്കാം? 36/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടില്ലേ? അപ്പൊ 36% എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4% കിട്ടും. ഇവിടെ നമ്മൾ ടോട്ടൽ ലീഡേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് പിന്നെ അതിന്റെ 4% ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 36%നെ 4% ആക്കണമെങ്കിൽ നമ്മൾ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ 43,200 ഡിവൈഡ് ബൈ 9. സോ നമുക്ക് വീട്ടിൽ ചെറുതാക്കാം. 43-ൽ 9 എത്ര പ്രാവശ്യം പോവും നോക്കാം അല്ലെ? 43-ൽ 9 എത്ര പ്രാവശ്യം പോവും? എത്ര പ്രാവശ്യം പോവും? 9-4 അല്ലെ? 9-5 45 ആണ്. 9-4 36. ബാക്കി എത്ര ശിഷ്യം വരും? 43-ല് 7 ശിഷ്യം വരും. 72-ല് എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം അല്ലെ? 9-8 72 ആണ്. സോ 4,800 ആയിരിക്കും സിറ്റി പിയിലും സിറ്റി സിയിലും തമ്മിലുള്ള നമ്പർ ഓഫ് റീഡേഴ്സിന്റെ ഡിഫറൻസ് ഏത് വർഷത്തില്? 2022-ല്. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 4,800 അല്ലെ? സോ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഡാറ്റ ഇന്റർപ്രിറ്റേഷനിലെ 5 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. യെസ്. അടുത്ത ചോദ്യം എന്താ? അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എ സർട്ടൺ സം വിൽ ബി ഡബിൾഡ് ഇൻ 10 ഇയേഴ്സ് എന്നാണ് ചോദ്യം. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ച് ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ബാക്കിയിലേക്ക് കിടക്കുകയാണ്. അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എ സർട്ടൺ സം വിൽ ബി ഡബിൾഡ് ഇൻ 10 ഇയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ട് ഡബിൾ ആവാൻ എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 100 ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. ഡബിൾ ആവാൻ എടുക്കുന്ന ടൈം ആണെങ്കിൽ. ട്രിപ്പിൾ ആവാൻ എടുക്കുന്ന ടൈം ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 200 ബൈ n ചെയ്താൽ മതി. തിരിച്ച് ഇനി 4 ടൈംസ് ആവാനാണെങ്കിൽ 300 ബൈ n, 5 ടൈംസ് ആവാനാണെങ്കിൽ 400 ബൈ n, അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ r is equal to 100 ഡിവൈഡഡ് ബൈ n എന്നുള്ള സാധനം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. r is equal to എത്ര വരാ? 100 ഡിവൈഡ് ബൈ എത്ര ഇയേഴ്സ് കൊണ്ടാണ് നമുക്ക് ഡബിൾ ആവേണ്ടത്? 10 ഇയേഴ്സ് കൊണ്ടാണ്. സോ 100 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടാം? 10%. വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് ഡബിൾ ആവുക, അല്ലെങ്കിൽ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഇന്ന സമയം കൊണ്ട് ഡബിൾ ആവുക എന്ന് വെച്ചാൽ 100 ഡിവൈഡ് ബൈ n. തിരിച്ചും ചോദിക്കാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നിട്ട് എത്ര വർഷം കൊണ്ട് ഡബിൾ ആവുന്ന ചോദിക്കുകയാണെങ്കിൽ ഈ ആറും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അത്രേ ഉള്ളൂ പണി. സോ n is equal to എന്താ ഇക്വേഷൻ വരിക? 100 ഡിവൈഡഡ് ബൈ r എന്നായിരിക്കും ഇക്വേഷൻ. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The simple interest on a certain sum of money for 2 years at 8% per annum is rupees 300 less than 3 years at 6% per annum. Find the sum എന്നാണ് ചോദിച്ചത് അല്ലെ? സോ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? 2 വർഷത്തേക്ക് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മളൊരു പൈസ ഇടുകയാണെങ്കിലും 3 വർഷത്തേക്ക് 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇടുകയാണെങ്കിലും ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞാൽ 300 ആണെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത്ര മാത്രം ആലോചിക്കുക. 2 വർഷത്തേക്ക് 8%, അതായത് സെയിം എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ ഇടുന്നത് കേട്ടോ. സെയിം എമൗണ്ട് ആണ് 2 ഭാഗത്ത് വിടുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കൊണ്ട് 8% നിരക്കിൽ എത്ര പെർസെന്റേജ് നമുക്ക് കിട്ടുമായിരിക്കും? ഒരു വർഷം എന്താണ് 8% per annum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് എനിക്ക് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 വർഷം കൊണ്ടോ 8ന്റെ ഇരട്ടി അല്ലെ? എത്ര ശതമാനം കിട്ടും? 16% കിട്ടും. അതായത് ഞാൻ ഇട്ട എമൗണ്ടിന്റെ 16% എനിക്ക് അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഇനി രണ്ടാമത്തെ കേസിലോ 3 വർഷത്തേക്ക് 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ 1 വർഷത്തേക്ക് 6%, 2 വർഷത്തേക്ക് 12%, 3 വർഷത്തേക്ക് ആകുമ്പോൾ എത്ര? 18%. ഞാൻ ഇട്ട എമൗണ്ടിന്റെ 18%. നമ്മൾ 2 സ്ഥലത്തും സെയിം എമൗണ്ട് അല്ലേ ഇട്ടേക്കണം. സോ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ സെയിം എമൗണ്ടിന്റെ 18%വും 16% തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ 18% മൈനസ് 16% എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 2%. സോ ആ 2% ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയെന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്? 300 എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ ഇട്ട എമൗണ്ടിന്റെ 2% 300. സോ അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? 300/2 അല്ലെ? എത്രയായിരിക്കും? 150 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ 100% ഓഫ് ദാറ്റ് എമൗണ്ട്, അതായത് ഞാൻ ഇട്ടിരുന്ന എമൗണ്ടിന്റെ 100% എത്രയായിരിക്കും? 150 ഒരു 2 പൂജ്യവും അല്ലെ? എത്ര വരിക? 15,000 രൂപയായിരിക്കും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടാവുക. ആദ്യത്തെ സ്കീമിലും 15,000 ഇട്ടിട്ടുണ്ടാവും, രണ്ടാമത്തെ സ്കീമിലും 15,000 ഇട്ടിട്ടുണ്ടാവും. അവര് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 2 വർഷത്തേക്ക് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടപ്പോൾ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റും 3 വർഷത്തേക്ക് 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടപ്പോൾ കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് തമ്മിലെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 300 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എത്ര രൂപയുടെ ഇടപാടായിരിക്കും നമുക്ക് കിട്ടുക? 15,000 രൂപ ഇടപാടായിരിക്കും. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ
അടുത്ത ക്വസ്റ്റൻ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് അല്ലെ. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ബൈ എ പേഴ്സൺ ഹു ഇൻവെസ്റ്റ് ₹10,000 ഫോർ 2 years at 10% per annum എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഇക്വേഷനിലേക്ക് നമ്മളിപ്പോ തൽക്കാലം പോകുന്നില്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആ മെത്തേഡിന്റെ പേരാണ് പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കി വരാം. പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് നമുക്ക് ആദ്യം നോക്കി വരാം. എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. തുടക്കം 1, പിന്നെ ഒരു 1 1, ഓക്കെ, പിന്നെ ഒരു 1 2 1, അടുത്തത് 1. ഇനി അടുത്ത ലൈൻ എങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ 1ഉം 2ഉം കൂടെ കൂട്ടുക, അപ്പൊ എത്ര കിട്ടും? 3. അടുത്ത് ഈ 2ഉം 1ഉം കൂടെ കൂട്ടുക, 3. പിന്നെ ലാസ്റ്റ് 1, അതായത് തുടക്കത്തിൽ 1, അവസാനവും 1, അതിനിടയ്ക്കുള്ളത് അതിന് തൊട്ട് മുമ്പിലുള്ള ലൈനിലുള്ള എന്ത് തൊട്ടടുത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും അവിടെ വരിക. അപ്പൊ അടുത്ത എത്രയായിരിക്കും? ഓട്ടോമാറ്റിക്കലി അടുത്ത എത്ര വരും? അടുത്ത ലൈനിൽ എന്ത് വരും? 1 തുടക്കത്തിൽ വന്നു, പിന്നെ 1 + 3 4 വന്നു അല്ലെ, 3 + 3 6 വന്നു, അടുത്ത 3 + 1 4 വരും, അടുത്ത ലാസ്റ്റ് എത്ര വരും? 1 വരും. സോ ഇതാണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ ആണല്ലോ? എന്താണ് പാസ്കൽ ട്രയാങ്കിൾ എന്ന് ക്ലിയർ ആണല്ലോ? ഇനി ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ ടേം 1 ആണെങ്കിൽ, അതായത് ഒരു പ്രാവശ്യമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1 1 എന്നുള്ള സാധനം എടുക്കണം. ഓക്കെ, 2 പ്രാവശ്യമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുക, അതായത് ടേം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇയേഴ്സ് അല്ല. അതായത് എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കപ്പെടുന്നുണ്ട് ആ ഒരു കാലാവധിക്കകത്ത് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. 2 വർഷത്തേക്കാണെങ്കിൽ, കാലാവധി 2 ആണെങ്കിൽ 2 പ്രാവശ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമെങ്കിൽ 1 to 1 എന്നുള്ള സാധനം എടുക്കണം. 3 പ്രാവശ്യമാണെങ്കിൽ 1 3 3 1 എടുക്കണം. 4 പ്രാവശ്യമാണെങ്കിൽ 1 4 6 4 1 എന്നുള്ള സാധനം എടുക്കണം. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് എഴുതി വെക്കുന്നു. പ്രിൻസിപ്പൽ എത്രയാണ്? എത്ര രൂപയാണ് ഇട്ടിരിക്കുന്നത്? 10,000 രൂപ ഞാൻ ഇട്ടിരിക്കുന്നു അല്ലെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. സോ അത് എഴുതി. എത്രയാണ് ഇവിടുത്തെ കാലാവധി? എത്ര കാലത്തേക്കാണ് ഇട്ടേക്കണത്? 2 വർഷത്തേക്കാണ് അല്ലെ. അപ്പോ n = 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എത്ര കാലത്തേക്കാണ് നമ്മൾ ഈ പൈസ ഇട്ടിരിക്കുന്നത്, വർഷമല്ല, എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കാം. ഇവിടെ വർഷത്തിൽ ഒരിക്കലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിൽ 2 പ്രാവശ്യം കണക്കാക്കാം അല്ലെ. അപ്പൊ n = 2 ആണ്. സോ n = 2 ആണെങ്കിൽ പാസ്കൽ ട്രയാങ്കിളിലെ ഏത് ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ സാധനം അല്ലെ, 1 2 1 എന്നുള്ള സാധനം എടുക്കുന്നു. ആ 1 ആദ്യം എഴുതുന്നു, 2 രണ്ടാമത് എഴുതുന്നു, 1 മൂന്നാമത് എഴുതുന്നു. 1 to 1 കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതി വെക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇട്ട പൈസ എത്രയാണോ അത് ആദ്യത്തെ 1ന് താഴെ എഴുതാം. ഞാൻ ഇട്ട പൈസ എത്രയാണ്? 10,000 രൂപയാണ്. ആ 10,000 ഞാൻ ആദ്യത്തെ 1ന് താഴെയായിട്ട് എഴുതി വെച്ചു. ഓക്കെ, 1ന് താഴെ ഞാൻ എത്ര രൂപ ഇട്ടു എന്നുള്ളത് ഞാൻ എഴുതി വെച്ചു. 10,000 എന്ന് ഞാൻ എഴുതി വെച്ചു. അടുത്ത 2ന് താഴെ നിങ്ങൾ എഴുതേണ്ടത്, ഈ 10,000ത്തിന്റെ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% അല്ലെ. അപ്പൊ 10,000ത്തിന്റെ 10% കണ്ടുപിടിക്കാം. ഇവിടെ 10% ആയതുകൊണ്ടാണ് 10% എഴുതിയത് കേട്ടോ. അപ്പൊ 10,000ത്തിന്റെ 10% എത്രയാണ്? 10,000ത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ എളുപ്പത്തിൽ അറിയാം. ഒരു 0 കളഞ്ഞാൽ മതി. ലാസ്റ്റ് എത്രയായിരിക്കും വരിക? 1000 ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത 1ന് താഴെ ഈ 1000ത്തിന്റെ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് 10% കാണാം. 1000ത്തിന്റെ 10% എത്രയാണ്? 1000ത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഓക്കെ, അപ്പൊ 1000ത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ 100 എന്ന് എഴുതി വെച്ചു. ഇനി അടുത്ത പണി, ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഗുണിച്ച്, അതായത് 1 × 10,000, 2 × 1,000, 1 × 100 ഇതെല്ലാം കൂടെ ഗുണിച്ച് കൂട്ടാം. ഇവിടെ നമുക്ക് പക്ഷെ എന്ത് മാത്രം മതി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണ്ട? ഞാൻ ഇട്ട പൈസ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു പോർഷൻ നമുക്ക് ഒഴിവാക്കാം, ബാക്കിയുള്ളത് ആലോചിക്കാം. ദാറ്റ് ഈസ് 2 × 1,000, അതായത് ആ 2നെ ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന 2നെ നമുക്ക് 10,000ന് 10% കണ്ടുപിടിച്ചിട്ടുള്ള 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1,000 പ്ലസ് അടുത്തത് 1 × 100 മൾട്ടിപ്ലൈ ചെയ്യാം. സോ എത്രയായിരിക്കും ഇവിടെ ആൻസർ? 2 × 1,000 2,000 പ്ലസ് 1 × 100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 100. ദാറ്റ് ഈസ് ഇവിടെ എനിക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് 2 വർഷത്തേക്ക് ഞാൻ നിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും? 2,100 രൂപയായിരിക്കും. 2,100 രൂപയാണ് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് 10% പെർ ആനത്തിന് 2 വർഷത്തേക്ക് 10,000 രൂപ ഇട്ടാൽ കിട്ടാം. സിമ്പിൾ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത എന്താ? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 5,000 in 1.5 years at 16% per annum if the interest being compounded half yearly. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? ഹാഫ് ഇയർലി ആണ് ഇവിടെ കോമ്പൗണ്ട് ചെയ്യുന്നത് എന്നാ പറഞ്ഞേക്കണേ. സോ അതിന്റെ അർത്ഥം എന്താ? ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 6 മാസത്തിൽ ഒരിക്കൽ പലിശ കണക്കാക്കും.
ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ എത്ര പ്രാവശ്യം കണക്കാക്കുമായിരിക്കും? 6 മാസത്തിൽ ഒരിക്കൽ ഒന്ന് കണക്കാക്കി, അടുത്ത ഒരു വർഷം ആകുമ്പോൾ എത്രാമത്തെ കണക്കാക്കി? രണ്ടാമത്തെ കണക്കാക്കി, 1.5 വർഷമാകുമ്പോൾ എത്രാമത്തെ പ്രാവശ്യം കണക്കാക്കും? മൂന്നാമത്തെ പ്രാവശ്യം കണക്കാക്കും അല്ലെ? അപ്പൊ ഇവിടുത്തെ എൻ എത്രയാ? അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെ എഴുതി വെക്കാന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ? പി എത്രയാണ്? 5000 രൂപയാണ് നിക്ഷേപിച്ച് ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം കമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കി എന്നുള്ളതാണ് എൻ, വർഷമല്ല. അപ്പൊ 1.5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹാഫ് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ 6 മാസത്തിൽ ഒന്ന്, ഒരു വർഷത്തിൽ രണ്ടാമത്, 1.5 വർഷത്തിൽ മൂന്നാമത്തത്. അപ്പൊ എൻ എത്രയാണ്? 3 ആണ്. ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ട കേസ് ഇവിടെ 16% പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 16% എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞേക്കണം. ഒരു വർഷത്തിൽ 16%. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 മാസത്തിൽ കണക്കാക്കുമ്പോൾ എനിക്ക് 16% വെച്ചാണോ കണക്കാക്കുക? അല്ല, അല്ലെ? 6 മാസത്തിലൊരിക്കൽ കണക്കാക്കുമ്പോൾ ഇതിന്റെ പകുതി എനിക്ക് തരുള്ളൂ. കാരണം ഒരു വർഷത്തിലേക്കാണ് എനിക്ക് 16% തരാന്ന് പറഞ്ഞേക്കണേ. അപ്പൊ 6 മാസത്തിലൊരിക്കൽ കണക്കാക്കുമ്പോൾ എത്ര ശതമാനം വെച്ചിട്ടായിരിക്കും കണക്കാക്കാം? ഇതിന്റെ പകുതി ആയിട്ടുള്ള 8% വെച്ചിട്ടായിരിക്കും കണക്കാക്കാം. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണ്? 8% ആയിരിക്കും. ഓക്കെ. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ എത്രയെന്ന് എഴുതാം? 8% എന്ന് എഴുതാം. ഓക്കെ. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ഹാഫ് ഇയർലി കണക്കാക്കുമ്പോൾ എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനെ പകുതിയായിട്ട് കുറയ്ക്കണം. ആൻഡ് എത്രയാണോ വർഷം തന്നിരിക്കുന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കും അവിടുത്തെ ടേം എന്ന് പറയുന്ന സാധനം. 1.5 വർഷത്തിനിടയ്ക്ക് 3 പ്രാവശ്യം കണക്കാക്കും. സോ n = 3 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ എടുക്കാം. 3 വർഷത്തേക്ക്, 3 പ്രാവശ്യത്തേക്ക്, 3 ടേമിലേക്ക് എത്രയാണ് വരിക? 1 3 3 1 ആണ് അല്ലെ? അപ്പൊ ആ 1 3 3 1 എഴുതി വെച്ചു. ഇനി ആദ്യത്തെ 1 താഴെ നമ്മൾ എന്ത് എഴുതണം? ഞാൻ ഇട്ട പൈസ എഴുതണം. 5000 എന്ന് എഴുതി. അടുത്ത 3ക്ക് താഴെ എന്താ എഴുതേണ്ടത്? 5000ത്തിന്റെ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 8% എഴുതാം കേട്ടോ. 5000ത്തിന് 8% എഴുതാം. 5000ത്തിന് 8% എത്രയാ? 5000ത്തിന് 1% 500 ആയിരിക്കും അല്ലെ? 5000ത്തിന് 1% 50 ആയിരിക്കും അല്ലെ? 5000ത്തിന് 1% എത്രയാ? 50 ആയിരിക്കും. സോ 8% എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 50 × 8 അല്ലെ? അപ്പൊ എത്ര കിട്ടും? 400 എന്ന് കിട്ടും. ഓക്കെ. ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത് നമ്മൾ അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയൊക്കെ. ഇനി അടുത്തതിന് 3ന് താഴെ എന്താ എഴുതണ്ടേ? ഈ 400ന്റെ 8% ആണ് അടുത്ത 3ന് താഴെ എഴുതണ്ടേ കേട്ടോ. അപ്പൊ 400ന്റെ 8%. 400ന്റെ 1% എത്രയാ? 400ന്റെ 1% എന്ന് വെച്ചാൽ 4 ആണ് അല്ലെ? അപ്പൊ 4 × 8 എത്ര കിട്ടും? 32 എന്ന് കിട്ടും. സോ അടുത്ത എന്താണ്? 32ന്റെ 8% ആണ് നമുക്ക് കാണേണ്ടത്. 32ന്റെ 8%. അപ്പൊ 32ന്റെ 1% എത്രയായിരിക്കും? 32ന്റെ 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.32 ആയിരിക്കും അല്ലെ? അപ്പൊ ആ 0.32നെ നമുക്ക് 8% ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഗുണിച്ചു നോക്കാം. 32 × 8 ഇരട്ട് 16, ബാക്കി 1 അല്ലെ? 3 24 1 256 എന്നാണ് കിട്ടുക. എത്ര? 32 × 8. അപ്പൊ 0.32 സോറി 0.32 അല്ല, 0.32 × 8 എത്രയായിരിക്കും? എത്രയാ? ഇവിടെ പോയിന്റ് ശേഷം 2 സ്ഥാനമാണ് ഉള്ളത് അല്ലെ? അപ്പൊ പോയിന്റ് ശേഷം 2 സ്ഥാനം വരുന്ന ലെവലിൽ നമ്മൾ അതിനെ എഴുതും 2.56 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് 2.56 എന്ന് ഇവിടെയും കിട്ടും. ഓക്കെ ആണല്ലോ? ഇവിടെ എന്താ ചോദിച്ചിരിക്കണത്? ടോട്ടൽ എമൗണ്ട് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ? എനിക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി. അപ്പൊ നമ്മൾ എന്ത് ഒഴിവാക്കി? ഈ 1,5000 ഒഴിവാക്കി അല്ലെ? അപ്പൊ അടുത്ത് എന്തൊക്കെ തമ്മിലാ ഗുണിക്കേണ്ട? 3 × 400 അങ്ങനെ ഗുണിക്കാൻ മറക്കരുത് കേട്ടോ. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഈ 400 + 32 + 2.56 എന്ന് എഴുതി വെക്കാറുണ്ട് കുറച്ചു പേരെങ്കിലും. ഇത്രയും ചെയ്തിട്ട് അല്ലെ നമ്മൾ അതിന്റെ ലാസ്റ്റ് വരെ എത്തിയിട്ട് നമ്മൾ അവസാനം കൊണ്ട് കളക്ടർ അടയ്ക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ഗുണിക്കുമ്പോൾ ആലോചിക്കുക, ഈ മുകളിൽ കിടക്കുന്ന സംഖ്യേനെ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ വെച്ച് ഗുണിക്കണം. 3 × 400 + 3 × 32 അല്ലെ? അതായത് ഈ 3 × 32 ഗുണിച്ചു. അടുത്തത് 1 × 2.56 പ്ലസ് 1 × 2.56. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുമ്പോൾ സാധനമായിരിക്കും ഇവിടുത്തെ ആൻസർ. 3 × 400 എത്രയാണ്? 1200. 3 × 32 എന്ന് പറയുമ്പോൾ 3 × 30 90. 3 × 2 6 ആണ്. അപ്പൊ 96 ആയിരിക്കും കിട്ടുക അല്ലെ? അപ്പൊ 1200 പ്ലസ് 96 പ്ലസ് 1 × 2.56 എത്രയായിരിക്കും? 2.56 ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയെന്ന് കിട്ടുന്നത് നോക്കിക്കേ. 1200 96, 1296, 1296 2.56 എന്ന് പറയുമ്പോൾ 1298.56 എന്നായിരിക്കും ഇവിടുത്തെ എനിക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ സാധനമൊക്കെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പകരം നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനകത്ത് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. പ്ലസ് എന്തും കൂടെ വേണം? പാസ്കൽ ട്രയാങ്കിൾ ഇതിൽ എവിടെയാണ് എന്താണ് വരിക എന്നുള്ള സാധനം അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ ഹാഫ് ഇയറിൽ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പകുതിയായിട്ട് കുറയും. നമ്പർ ഓഫ് ടേംസ് എന്നുള്ളത് വർഷത്തിന്റെ ഇരട്ടിയായി മാറും. ഓക്കെ ആണല്ലോ? In how many years will a sum of money double itself at a 12.5% simple interest per annum എന്നുള്ളതാണ് ചോദ്യം. സോ അഗെയിൻ ഡബിൾ ആവുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? n = എന്താണ് ഇക്വേഷൻ? നമ്മൾ
ഇപ്രാവശ്യത്തെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞ ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ അതാ ചെയ്തത് അല്ലെ. 100 ഡിവൈഡഡ് ബൈ 6 ആണ് വരിക. സോ 100 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും ഇവിടുത്തെ ആൻസർ? 12.5 എന്ന് വരും അല്ലെ. സോ ഇവിടെ നമുക്കറിയാം 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 12% എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാം? 8 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അപ്പൊ 100/12 എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും എന്നുള്ളത് ആ ഒരു ലോജിക്ക് വെച്ച് ആലോചിക്കാം. ഇനി അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12.5 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കി മാറ്റാം? ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പൊ 100 അവിടെ കിടക്കട്ടെ. 12 നമ്മൾ ആക്കുമ്പോൾ 12 × 2 24, 24 + 1 25/2 എന്ന് കിട്ടും. അപ്പൊ 100 ഡിവൈഡ് ബൈ 25/2. അപ്പൊ 100 100 തന്നെ എഴുതി. 25/2 എന്ത് ചെയ്തു? തിരിച്ച് 2/25 എഴുതും. സോ നമുക്കറിയാം എത്രയാ? 100 ൽ 25 4 പ്രാവശ്യം, അങ്ങനെ 4 × 2 8 എന്ന് കിട്ടും. ഇവിടെ 12% ഉള്ളത് 8 വെച്ച് ഹരിക്കുകയാണ് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കിയാൽ 100നെ 12 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 8 ആയിരിക്കും കിട്ടുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവേണ്ടതാണ് കേട്ടോ. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡിലേക്കൊക്കെ പോവാ. സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 8 വർഷം കൊണ്ടായിരിക്കും 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ട് കിട്ടാം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. What would be the compound interest accrued on an amount of rupees 2,800 at the rate of 20% per annum in 9 months if interest compounded quarterly? So quarterly എന്ന് പറഞ്ഞാൽ എന്താ? ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ കണക്കാക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര വർഷം കണക്കാക്കുമായിരിക്കും? അതായത് ഹാഫ് ഇയർലിന്റെയും പകുതിയെയാണ് ക്വാർട്ടർലി എന്ന് വിളിക്കാം. സോ 3 മാസത്തിലൊരിക്കൽ കണക്കാക്കുമെങ്കിൽ ഒരു വർഷത്തിനകത്ത് എത്ര പ്രാവശ്യം കണക്കാക്കുമായിരിക്കും? യെസ്, 4 പ്രാവശ്യം കണക്കാക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി എന്തൊക്കെയാണ്? പി എത്രയായിരിക്കും? നമ്മുടെ മറ്റേ ക്വസ്റ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ പി മാറ്റമൊന്നുമില്ല, 2800 തന്നെയാണ് അല്ലെ. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20% per annum എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 20%. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ 6 മാസത്തിലൊരിക്കൽ എത്ര കൊടുക്കുമായിരിക്കും? ഇതിന്റെ പകുതിയായിട്ടുള്ള 10% കൊടുക്കുമായിരിക്കും. അതിന്റെയും പകുതിയായിട്ടുള്ള 5% 3 മാസത്തിലൊരിക്കൽ കണക്കാക്കുക. എന്നാലല്ലേ 4 പ്രാവശ്യം കണക്കാക്കുമ്പോഴേക്ക് 20% ആവുള്ളൂ. ഒരു പ്രാവശ്യം 5% ആണെങ്കിൽ 10%, 2 പ്രാവശ്യം, മൂന്നാമത് 15%, നാലാമത് 20% ആവും അല്ലെ. സോ ഒരു വർഷത്തിലാണ് 20% എനിക്ക് തരാമെന്ന് പറഞ്ഞേക്കണം. അടുത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. എത്രയാണ് ഇവിടുത്തെ? എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമായിരിക്കും? 3 മാസത്തിലൊരിക്കൽ, 6 മാസത്തിൽ രണ്ടാമത്, 9 മാസം ആകുമ്പോഴേക്കും എത്രയാണ്? 3 പ്രാവശ്യം കണക്കാക്കുമായിരിക്കും. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 3 ആണ്. അപ്പൊ n 3 ആണെങ്കിൽ എന്താണ് നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ പ്രകാരം നമ്മൾ എടുക്കേണ്ട വാല്യൂ? 1 3 3 1 അല്ലെ. സോ 1 3 3 1 എഴുതി വെച്ചു. അടുത്തത് 1ന് താഴെ എത്ര എഴുതണം? 2800 എഴുതണം. അടുത്ത് 2800ന്റെ എത്ര ശതമാനം? 5% കണ്ടുപിടിച്ച് എവിടെ എഴുതണം? 3ക്ക് താഴെ എഴുതണം. 2800ന്റെ 10% എത്രയാ? 280 ആയിരിക്കും. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും 5%. എത്രയായിരിക്കും വരിക? 140 എന്ന് വരും അല്ലെ. അപ്പൊ 140 എന്ന് എഴുതി. അടുത്ത് 140ന് 5% കണ്ടുപിടിക്കണം. 140ന്റെ 10% എത്രയാ? 14 അല്ലെ. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 7 ആയിരിക്കും 5% എന്ന് പറയുന്നത്. അടുത്തത് 7ന്റെ 5% കണ്ടുപിടിക്കണം. 7ന്റെ 5% അല്ലെ. 7ന്റെ 10% എത്രയാ? 0.7 അല്ലേ അല്ലെ. അപ്പൊ 7ന്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിന്റെ പകുതി അല്ലെ. അപ്പൊ എത്രയായിരിക്കും വരിക? 0.35 എന്നായിരിക്കും വരിക. ഓക്കെ, 0.35 ആയിരിക്കും. 7ന്റെ പകുതി എത്രയാ? 3.5 ആണ്. അപ്പൊ 0.7ന്റെ പകുതി എത്രയായിരിക്കും? 0.35 ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാം കിട്ടി അല്ലെ. ഇനി നമ്മൾ ചെയ്യാം. എത്രയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്. ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് അല്ല. ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ 2800 കൂടെ കൂട്ടാ, അത്രേ ഉള്ളൂ. അപ്പൊ എത്രയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? 3 × 140 പ്ലസ് 3 × 7 പ്ലസ് 1 × 0.35 അല്ലെ. അപ്പൊ 3 × 140 എന്ന് പറയുമ്പോൾ 14 × 3 എത്രയായിരിക്കും? 42 ആയിരിക്കും അല്ലെ. അപ്പൊ 140 × 3 എന്ന് പറയുമ്പോൾ 420 പ്ലസ് 3 × 7 എത്രയാ? 21 പ്ലസ് അടുത്ത എത്രയാണ്? 1 × 0.35 എന്ന് പറയുമ്പോൾ 0.35. അപ്പൊ 420 21 441 പ്ലസ് 0.35 എന്ന് പറയുമ്പോൾ 441.35 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആണോ? സോ ദ ആൻസർ ഈസ് 441.3. ഓക്കെ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു രീതി ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഹാഫ് ഇയർലി, ക്വാർട്ടർലി ഈ രണ്ട് കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ റീസണിംഗുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അല്ലെ. ഫൈൻഡിനെ എങ്ങനെ കൂടിയിരിക്കുന്നു? ഫൈൻഡ് അല്ലെ എന്നുള്ള ഇതിനെ EJME എന്ന് കൂടിയിരിക്കുന്നു. സോ എങ്ങനെയാണ്? FE ആവണമെങ്കിൽ 1 മൈനസ് വന്നു അല്ലെ. IJ എന്ന് പറയുമ്പോൾ +1 പോയി. NMI എന്ന് പറയുമ്പോൾ -1 വന്നു. DEI എന്ന് പറയുമ്പോൾ +1 പോയി. സോ എന്താ ചെയ്തേക്കണ? ആദ്യം ഒന്ന് കുറച്ചിക്കണു, പിന്നെ ഒന്ന്
ഫ്രണ്ടിലേക്ക് പോയിക്കണം, പിന്നെ ഒന്ന് കുറയ്ക്കാം, പിന്നെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോകാം, ഇങ്ങനെയാണ് പോയിക്കണം അല്ലെ. സോ ക്ലാപ്പിലും അത് തന്നെയാണോ വന്നിട്ട് നമുക്കൊന്ന് നോക്കാം. CLAP അല്ലെ. സോ CABI ഒന്ന് കുറച്ചു പോകും അല്ലെ. ഓക്കെ. ആൻഡ് LMI എന്ന് പറയുമ്പോൾ JKLM ഒന്ന് കൂടി അല്ലെ. AZI എന്ന് പറയുമ്പോൾ ഒന്ന് കുറഞ്ഞിരിക്കണം. PQI എന്ന് പറയുമ്പോൾ ഒന്ന് കൂടിയിരിക്കും. അപ്പൊ അതന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജമ്പിന് ഇതേ മെത്തേഡിൽ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ജം അല്ലെ. സോ ആദ്യത്തെ വേർഡ് ഏതായിരിക്കും നമുക്കറിയാം. തൊട്ട് ബാക്കിലുള്ളത് I ആണ്. സോ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കട്ടിയാം. എയും അല്ല ഡിയും അല്ല അല്ലെ. എയും ഡിയും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എയും ഡിയും അല്ല. ഇനി ഇവിടെ ഇനി വ്യത്യാസം വരുന്ന നോക്കിക്കേ. IVL എന്നുള്ളത് ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന സാധനമാണ്. അവസാനത്ത് മാത്രമാണ് മാറ്റം വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ സാധനം എങ്ങനെയാണ്. ഒന്ന് ഫ്രണ്ടിലേക്ക് വരണം എന്നതാണ് അല്ലെ. ഇവിടെ ഒന്ന് ബാക്കിലേക്ക് വന്നു, ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നു, ഒന്ന് ബാക്കിലേക്ക് വന്നു, ഒന്ന് ഫ്രണ്ടിലേക്ക് വരണം. അപ്പൊ പി കഴിഞ്ഞ് ഏതാ വരേണ്ടത്. Q ആണ് വരേണ്ടത്. അപ്പൊ O ആയില്ല വരിക. സോ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. സോ ഓപ്ഷൻ ബി നമുക്ക് കണ്ടിരിക്കും. ഓക്കെ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ. സോ അതിൽ നമുക്ക് ഒഴിവാക്കാനുള്ളതും സ്കിപ്പ് ചെയ്യാനുള്ളതും ഒക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ. ഇൻ ഹൗ മെനി ഇയേഴ്സ് എ സർട്ടൻ സം വിൽ ബി 4 times if the rate of interest is 15% per annum എന്നുള്ളതാണ് പറഞ്ഞേക്കണം അല്ലെ. 15% ഇൻട്രസ്റ്റ് റേറ്റിലെങ്കിൽ അത് എത്ര മടങ്ങാവാൻ വേണ്ടിയിട്ട് 4 ടൈം ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറച്ചു മുമ്പ് കണ്ടു. എന്താണ് ഇരട്ടിയാവാൻ 100/, അല്ലെ. 3 ഇരട്ടിയാവാൻ 200/. അപ്പൊ 4 ഇരട്ടിയാവാൻ എത്രയാണ് 300/6 ആയിരിക്കും ഇവിടുത്തെ ഇക്വേഷൻ വരിക. സോ ദാറ്റ് ഈസ് 300/6 എത്രയാണ് 15% അല്ലെ. സോ 300/15 എത്രയായിരിക്കും വരിക 20 ആയിരിക്കും ആൻസർ വരിക. സോ ദ ആൻസർ ഈസ് 20 ഹിയർ. ക്ലിയർ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ഡേഷ് ഇട്ട സ്ഥലത്ത് എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. സോ 18 19 ആയി, 19 21 ആയി, 21 25 ആയി, 25 33 ആയി. നമുക്ക് നോക്കാം. ആദ്യം 1 കൂടി അല്ലെ, പിന്നെ 2 കൂടി, പിന്നെ എത്ര കൂടി 4 കൂടി, പിന്നെ 8 കൂടി. സോ ഇവിടെ 1 കൂടി, 2 കൂടി, 4 കൂടി, 8 കൂടി. അപ്പൊ അടുത്ത എത്ര കൂട്ടുന്നത് ഇരട്ടി കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. സോ അടുത്ത് എത്ര കൂട്ടുന്നത് 16 കൂടണം. സോ 33 16 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാം 49 ആയിരിക്കും. ക്ലിയർ അല്ലേ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്. അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എ സർട്ടൻ സം വിൽ ബി ട്രിപ്പിൾഡ് ഇൻ 15 years എന്നാണ് ചോദിച്ചത്. ട്രിപ്പിൾ ആവാന്ന് പറഞ്ഞാൽ 3 മടങ്ങ് ആവാം. അപ്പൊ നമ്മളിപ്പോ കണ്ടോളൂ അല്ലെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ് വരിക. ട്രിപ്പിൾ ആവുമ്പോ 200/n ആണ് വരിക. സോ എത്ര വരിക 200/15 എന്ന് വരും. സോ ഇതിനെ നമുക്കൊന്ന് എന്ത് ചെയ്യണം ചെറുതാക്കണം അല്ലെ. 200 20 15 പ്രാവശ്യവും ഒരു പ്രാവശ്യം അല്ലെ. ഒരു 15 ബാക്കി 5 50 15 എത്ര പ്രാവശ്യം പോവാ 3 പ്രാവശ്യം പോവാ അല്ലെ. സോ ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതായിരിക്കും ആൻസർ എന്ന് അറിയാം. എന്നാലും നമ്മളൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. 5 15 × 3 45 പോയി. 50 45 പോയാൽ ബാക്കി 5 ശിഷ്ടം ഉണ്ടാവും. സോ 5 മുകളിൽ 15 താഴെയും 5ലും 15ലും എന്ത് പോവും 5 കോമൺ ആയിട്ട് പോകും അല്ലെ. എത്ര പ്രാവശ്യം 5 പ്രാവശ്യം ഒരു പ്രാവശ്യം 15 3 പ്രാവശ്യം. സോ ദ ആൻസർ ഈസ് 13 1/3. ആ 13 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏത് ആൻസർ എഴുതി വെക്കാം ഓപ്ഷൻ ബി. കാരണം 13 വെച്ച് വേറൊരു ഓപ്ഷനും ഇല്ല. സോ ഓപ്ഷൻ ബി എന്ന് നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. സോ ക്ലിയർ ആണോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇട്ടിരുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന ഇപ്രാവശ്യം നമ്മൾ ഇട്ട ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു മോഡലായിരുന്നു നമ്മൾ ഇട്ടത്. സോ അതും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവാം. ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ മാത്സും ഒക്കെ റീസണിങ്ങും ഒക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഒപ്പം പഠിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെറ്റിന്റെ ഒരു അത്യാവശ്യം നല്ല സ്കോറിലേക്ക് തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ട്രൈ അഗെയിൻ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. സോ ട്രൈ. ഓക്കെ. സോ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്രാവശ്യം ഇട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നോ വറീസ്. ഓക്കെ, അത് പ്രശ്നമാക്കണ്ട. നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു സാധനം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്ത ആഴ്ചയിലെ ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.